നമസ്കാരം. ഇറാനുമേൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന യുദ്ധം അല്ലെങ്കിൽ ആക്രമണം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ലോക രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന വിദഗ്ധന്മാർ പറയുന്നത്, സൈനിക വിദഗ്ധന്മാരും പറയുന്നത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇറാനും അമേരിക്കയും പറയുന്നത് ഇപ്പോൾ ഒരു മെക്സിക്കൻ സ്റ്റാൻഡ് ഓഫിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് എല്ലാവരും പരസ്പരം തോക്ക് ചൂണ്ടി ആരും വെടിവെക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന ഒരു മുന്നോട്ട് പോകാത്ത എല്ലാം മരവിച്ചൊരവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നു. അപ്പോഴും ഭാരതത്തിൻ്റെ കപ്പലുകൾ ഞങ്ങൾ വിട്ടയക്കും എന്നാണ് ഇറാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. മറ്റൊരു രാജ്യത്തിൻ്റെ പേര് ഇപ്പോൾ അവരെടുത്ത് പറയുന്നില്ല. മുമ്പ് ചൈന, റഷ്യ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴും ഭാരതം ഞങ്ങളുടെ സുഹൃത്താണ് എന്നാണ് പറയുന്നത്. അത് മോദിയുടെ നയതന്ത്ര വിജയം. പക്ഷേ പ്രശ്നം ഇതൊന്നുമല്ല. പ്രശ്നം പതിവ് പോലെ പ്രധാന കഥാപാത്രം നമ്മുടെ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയെ വിളിച്ചിരുന്നു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ഈ ഘട്ടത്തിൽ, കാരണം ഭാരതം ഒരു തരത്തിലും ഈ സമാധാന ചർച്ചകളിലോ ഹോർമൂസ് സംബന്ധിച്ച് ഏതെങ്കിലും കൊടുക്കൽ വാങ്ങലുകളിലോ അമേരിക്ക ഇടപെട്ടിട്ടുള്ള ഏതെങ്കിലും ഇടപാടുകളിലോ ഭാരതം ഒരു ഘട്ടത്തിലും സജീവ പങ്കാളിയായിരുന്നില്ല, യാതൊരു തരത്തിലുള്ള പങ്കും വഹിച്ചിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഡൊണാൾഡ് ട്രംപ് ശ്രീ നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെടണം? രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത്, അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഉത്തരം വളരെ ലളിതമാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഇറാന് ഭാരതത്തോട് ഒരു സൗഹൃദം വെച്ച് പുലർത്തുന്നതിൽ അത്യധികം താല്പര്യമുണ്ട് ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്. നരേന്ദ്രമോദിയുടെ നയതന്ത്ര പ്രവൃത്തികൾ അല്ലെങ്കിൽ നയതന്ത്ര സമീപനങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും അത്ഭുതവും സമ്മതവുമാണ്. ഒരു അത്ഭുതമുണർത്തുന്ന പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ രീതികളാണ് നരേന്ദ്രമോദി സർക്കാർ നയതന്ത്രപരമായി സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും സർവ്വസമ്മതനായിട്ടുള്ളൊരു നേതാവാണ്, ലോക നേതാവാണ് നരേന്ദ്രമോദി. ഇത്തരത്തിലുള്ളൊരു അനുകൂല ഘടകങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. അതിനുപരിയായി ട്രംപിന് മറ്റൊരു പ്രശ്നം ട്രംപിനെ അലട്ടുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, നവംബറിൽ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, മിഡ് ടേം ഇലക്ഷൻ. ഒരു മധ്യകാല തിരഞ്ഞെടുപ്പ് അമേരിക്കയിൽ നടക്കുന്നുണ്ട്. നവംബറിൽ വിധി വരുന്ന, നവംബർ 3-ാം തീയതി ഫലം പുറത്തു വരുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ പോസ്റ്റൽ വോട്ടും പ്രീമിയർ വോട്ടും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. നവംബർ 3 വരെ ആ പ്രക്രിയ നീണ്ടു നിൽക്കും. 3-ാം തീയതി ആയിരിക്കും ഫലം പുറത്തു വരുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ സെനറ്റിലും കോൺഗ്രസ്സിലും ഡൊണാൾഡ് ട്രംപിൻ്റെ റിപ്പബ്ലിക് പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടമാവുകയോ അവരുടെ എതിരാളികളായ ഡെമോക്രാറ്റിക് പാർട്ടിയുമായിട്ടൊരു ബലാബലത്തിലെത്തുകയോ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായാൽ, 50-50, 50-50 സീറ്റുകൾ അവർക്ക് ലഭിച്ചാലോ ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്തിലാകുമെന്നുള്ളത് എന്നല്ല, തീർന്നു എന്ന് തന്നെ കരുതാം. കാരണം രണ്ട് സെനറ്റിലും കോൺഗ്രസ്സിലും ഒരേപോലെ എംപീച്ച് ചെയ്യപ്പെട്ടാൽ പുറത്തു പോവുകയെ ട്രംപിന് നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ ട്രംപിൻ്റെ മുമ്പിൽ പുറത്തു പോവുക എന്നുള്ളതല്ലാതെ മറ്റ് വഴികളൊന്നുമില്ല. ഉപരാഷ്ട്രപതിയായിട്ടുള്ള JD വാൻസ് സ്വാഭാവികമായും രാഷ്ട്രപതിയാകും. അവിടെയല്ല ട്രംപിൻ്റെ പ്രശ്നം. പുറത്തു പോയാൽ തന്നെ അപമാനം ഒരു വശത്ത്. ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന റിപ്പബ്ലിക് പാർട്ടിയുടെ ട്രംപിൻ്റെ എതിരാളികൾ, ഇത്രയും വൈര്യനിര്യാതര ബുദ്ധിയുള്ള മറ്റൊരു പാർട്ടി ലോകത്ത് വേറെയില്ല. ഒരു ഇടതുപക്ഷത്തിൻ്റെ, നമ്മുടെ നാട്ടിലുള്ള കാരണഭൂതൻ പരമോന്നത നേതാവായിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ 10-ഓ 100-ഓ മടങ്ങ് പ്രതികാര ബുദ്ധിയുള്ള ആളുകളാണ് ഈ ഡെമോക്രാറ്റിക് പാർട്ടി. ട്രംപിനെയും കുടുംബത്തെയും അവർ വേട്ടയാടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എപ്സ്റ്റീൻ ഫയലിൽ നിന്ന് തുടങ്ങി ട്രംപിൻ്റെ റഷ്യയുമായിട്ടുള്ള, സൗദി അറേബ്യയുമായിട്ടുള്ള, പാകിസ്ഥാനുമായിട്ടുള്ള ക്രിപ്റ്റോ കറൻസി മുതൽ നിരവധി വ്യവസായ സംരംഭങ്ങളുടെ കാര്യത്തിൽ കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട് ട്രംപിൻ്റെ കുടുംബം. ആയുധ കച്ചവടത്തിൽ വരെ ട്രംപിൻ്റെ മരുമകൻ ഉൾപ്പെടെയുള്ളവർ ഈ ഇറാൻ്റെ മേൽ നടക്കുന്ന ആക്രമണ കാലഘട്ടത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ചെല്ലാം അന്വേഷണം ഉണ്ടാകും. ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത തരത്തിൽ ട്രംപിൻ്റെ മുഴുവൻ കുടുംബവും അകത്തു പോകുവാനുള്ള സാധ്യതകളും മുൻപിൽ തെളിഞ്ഞു കിടക്കുന്നു. ഇത്തരത്തിലുള്ള ഈ മിഡ് ടേമിനെ സ്വാധീനിക്കുവാൻ കൂടിയാണ്, മിഡ് ടേം തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളെ സ്വാധീനിക്കുവാൻ വേണ്ടി കൂടിയാണ് ട്രംപ് നരേന്ദ്രമോദിയെ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ചേട്ടാ, നരേന്ദ്രമോദിക്ക് ഈ മിഡ് ടേം ഇലക്ഷനെ സ്വാധീനിക്കാൻ സാധിക്കുമോ? സാധിക്കും. കാരണം ഹൗഡി മോഡി എന്നുള്ള പരിപാടിക്ക് ട്രംപ് എന്തിനാണ് നരേന്ദ്രമോദിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയത് എന്ന് ആലോചിച്ചാൽ മതി. അവിടുത്തെ ഭാരതീയ സമൂഹമുണ്ടല്ലോ അമേരിക്കയിൽ, വളരെ ശക്തമായ ഏകീകൃതമായ ഒരു
സംഘടിതമായ വോട്ട് ബാങ്കാണ്. അവർ പലപ്പോഴും അവരുടെ ഒരു രാഷ്ട്രീയ ചായ്വ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് നേരെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഭൂരിപക്ഷം ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സമ്മതിദാനം വിനിയോഗിച്ചിരുന്നവരായിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അനുഭാവികളും അനുകൂലികളുമായിരുന്നു. അവരിലൊരു നല്ലൊരു ഭാഗം ട്രംപിൻ്റെ ഭാഗത്തേക്ക് ചായ്ഞ്ഞത് നരേന്ദ്രമോദിയും ട്രംപുമായിട്ടുള്ള സൗഹൃദം വെളിപ്പെട്ട് വന്ന് ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ഒരു പ്രദർശനപരതയോടുകൂടി തന്നെ ട്രംപ് കൊണ്ടു നടന്ന് നരേന്ദ്രമോദിയുമായിട്ടുള്ള സൗഹൃദം വിളംബരം ചെയ്തതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തെ സ്വാധീനിക്കുക, അവർ ഒരു വോട്ടർമാരുടെ എണ്ണത്തിൽ മാത്രമല്ല സാമ്പത്തിക ശേഷിയിലും, കാരണം നിരവധി പേർ മില്യണേഴ്സാണ്. മില്യണേഴ്സ് സ്ട്രീറ്റിൽ പലയിടങ്ങളിലും മില്യണേഴ്സ് സ്ട്രീറ്റ് എന്നുള്ളത് വാഷിങ്ടണിലും ന്യൂയോർക്കിലും ഒക്കെ ആണെങ്കിൽ പ്രധാനമായിട്ട് മില്യണേഴ്സ് സ്ട്രീറ്റ് ഉള്ളതെങ്കിലും അമേരിക്കയിലുള്ള മില്യണേഴ്സ് സ്ട്രീറ്റുകളിലെല്ലാം നല്ലൊരു ശതമാനം ഭാരതീയരാണ്. അവരിൽ പലരും നരേന്ദ്രമോദിയുടെ ആരാധകരാണ്. ആ ആരാധന നരേന്ദ്രമോദിയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ ട്രംപിനും ലഭിച്ചിരുന്നു. അത് വോട്ടുകളായി മാറി. ആദ്യത്തെ ടേമിൽ ട്രംപ് പ്രസിഡൻ്റായിരുന്നു. രണ്ടാമത്തെ ടേമിൽ അദ്ദേഹം ശ്രമിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. മൂന്നാമത്തെ ടേമിൽ അദ്ദേഹം എത്തുവാനുള്ള കാരണവും നരേന്ദ്രമോദിയുമായിട്ടുള്ള സൗഹൃദം, ഭാരതീയ വംശജരെ പുകഴ്ത്തിപ്പറഞ്ഞ് നരേന്ദ്രമോദി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് നടന്ന് പ്രചരിപ്പിച്ച്, അതുകൊണ്ട് മാത്രമല്ല അമേരിക്കയിൽ പൊതുവേ തന്നെ ഈ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നയങ്ങൾക്കൊരു എതിർപ്പുണ്ടായിരുന്നു. സാമ്പത്തിക മാന്ദ്യം, ഇതെല്ലാം ഒരു കാരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള തിരിച്ചുവരവിന് പിന്നിലുള്ള ഒരു ശക്തിക്ക് കാരണമായി വന്നത്. ഈ കാരണങ്ങളെല്ലാം കൂടിയാണ്. പക്ഷേ നരേന്ദ്രമോദിയോടുള്ള ഭാരതീയ സമൂഹത്തിൻ്റെ ഒരു ആരാധന അതിലൊരു പ്രധാന ഘടകം തന്നെയായിരുന്നു. അത് ആർക്കറിയില്ലെങ്കിലും ട്രംപിന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയെ ഇപ്പോൾ ഒന്ന് സമന്വയിപ്പിച്ച്, അല്ലെങ്കിൽ മോദിയെ ഒന്ന് സമാധാനിപ്പിച്ച്. എന്തിനു സമാധാനിപ്പിക്കണമെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാന് മേൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സമയത്ത് ട്രംപ് ഒരുപാട് പൊള്ളയായ അവകാശവാദങ്ങൾ നടത്തി നരേന്ദ്രമോദിയുടെയും ഭാരതത്തിൻ്റെയും അപ്രീതി സമ്പാദിച്ചിരുന്നു. ആ അപ്രീതിയെല്ലാം ഒന്ന് മാറ്റിവെച്ച് എന്നെ ഒന്ന് സഹായിക്കുമോ, കാപ്പാത്തുഗോ എന്ന് പറയുവാൻ വേണ്ടിയാണ് ട്രംപ് ഇപ്പോൾ മോദിയെ ഫോൺ ചെയ്തത്. ഒപ്പം കഴിഞ്ഞ കുറേ കാലങ്ങളായി മധ്യപൂർവേഷ്യയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഏതെങ്കിലും ഒരു തരത്തിൽ ഭാരതത്തിനെ ഇടപെടുത്തുന്നതിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും താല്പര്യമുണ്ട്. ഗാസയിലെ ഒരു സമാധാന കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ആദ്യം ട്രംപ് ക്ഷണിച്ചത് ഭാരതത്തിനെയാണ്. ഭാരതം അത് വളരെ ഒരു ഔപചാരികതയോടുകൂടി തന്നെ അതിനെ വളരെ സൗഹാർദ്ദപരമായി തന്നെ അതിനെ നിഷേധിച്ചു. മര്യാദയോടുകൂടി ആ ക്ഷണത്തെ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ സംബന്ധിച്ചുള്ള ഒരു വിലപേശലുകളിലും ഭാരതത്തെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇടപെടുത്തുവാൻ അമേരിക്ക കുറേ ദിവസങ്ങളായി കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പല തരത്തിലും. അതിൻ്റെ ഒരു സമ്മർദ്ദതന്ത്രത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് പാകിസ്ഥാനിൽ ഈ ഒരു സമാധാന ചർച്ച വെച്ചത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകും കേട്ടോ എന്നുള്ളൊരു പഴയ ഭീഷണി. നരേന്ദ്രമോദി പോയിക്കോളൂ എന്നുള്ള തരത്തിൽ വളരെ ശാന്തനായി അതിനെ നേരിട്ടു. നമ്മുടെ നയതന്ത്ര പ്രതിനിധികളും വിദേശകാര്യമന്ത്രിയുമെല്ലാം അത്തരം ശാന്തതയോടുകൂടി തന്നെ നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾക്കിതിൽ പങ്കൊന്നുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ഊർജ്ജ സുരക്ഷയും ആഭ്യന്തര സുരക്ഷയും അന്താരാഷ്ട്ര ബന്ധങ്ങളുമാണ് വലുത്, അതിനാണ് പ്രഥമ സ്ഥാനം ഞങ്ങൾ നൽകുന്നത്, അതിനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ, അതിന് തുരങ്കം വയ്ക്കുന്ന ഒരു നടപടിക്കും ഞങ്ങൾ ഇല്ല, തന്നെയുമല്ല അതിന് തുരങ്കം വയ്ക്കുവാൻ ആരെയും ഞങ്ങൾ അനുവദിക്കുകയുമില്ല. ഇത്തരത്തിൽ ശക്തമായൊരു നടപടിയിലൂടെ അല്ലെങ്കിൽ നടപടികളിലൂടെ ശക്തിയുമുണ്ട് യുക്തിയുമുണ്ട്. ഒരേ സമയം ഈ നടപടികളിൽ ശക്തിയും യുക്തിയും പ്രയോഗിച്ച് ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു നൂൽപ്പാലത്തിന്മേലുള്ള നടപ്പാണ്, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം 2026 ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ ഒട്ടും സുഗമമായിരിക്കില്ല ഭാരതത്തെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും. ലോകരാഷ്ട്രങ്ങളിൽ ഒന്നിനും ഈ 2026 അത്ര സുഗമമായൊരു വർഷമായിരിക്കില്ല, സുഖകരമായൊരു വർഷമായിരിക്കില്ല, അത് തീർച്ചയാണ്. പ്രശ്നങ്ങൾ ഇനിയും വഷളാവുകയുള്ളൂ. എന്നാൽ പോലും ഇതുവരെ ആ ഞാണിന്മേൽ കളിയിൽ ഭാരതം വളരെ കൃത്യതയോടുകൂടിയും വളരെ വിദഗ്ധതയോടുകൂടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ലോകരാഷ്ട്രങ്ങൾക്കറിയാം. പല രാഷ്ട്രങ്ങളും ഒരു പല്ലിറുമിയാണെങ്കിലും അതിനെ പ്രശംസിക്കുന്നതുമുണ്ട്, ഇപ്പോഴും നിരന്തരം പ്രശംസിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരവസ്ഥയിൽ ഭാരതത്തിൻ്റെ മധ്യസ്ഥത ഈ വിഷയത്തിൽ പ്രാധാന്യമർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇറാന് ഭാരതത്തോടൊരു സൗഹാർദ്ദപരമായിട്ടുള്ളൊരു മനോഭാവം ഉള്ളതുകൊണ്ട്. സൗഹാർദ്ദപരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഭാരതത്തിന് ഞങ്ങളുടെ സുഹൃത്താണ് എന്ന് വെറുതെ പറയുക മാത്രമല്ല, ഭാരതത്തിൻ്റെ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു പോയ എണ്ണവും അതിൻ്റെ രീതിയും
ലോകരാഷ്ട്രങ്ങളിൽ പലതിനെയും ഞെട്ടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ട. നയതന്ത്രത്തിൻ്റെ വിജയമാണ്, ഇതൊരു നരേന്ദ്രമോദിയുടെ പ്രഭാവമാണ് എന്നെല്ലാം നമുക്ക് പറഞ്ഞ് അഭിമാനിക്കാം. എന്നാലും ലോകരാഷ്ട്രങ്ങൾ പറയുന്നത് ഇത്രയും തന്ത്രങ്ങൾ ഒരുക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ഇതിലൊരു മധ്യസ്ഥത വഹിക്കുന്ന കാര്യത്തിൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കുവാൻ സാധിക്കും. അത് അന്താരാഷ്ട്ര തലത്തിലുള്ള ട്രംപിൻ്റെ ഒരു കച്ചവട തന്ത്രം, അല്ലെങ്കിൽ ഈ വിജയം പൂർണ്ണമാകണമെങ്കിൽ, അല്ലെങ്കിൽ വിജയം ഏതെങ്കിലും ഒരു തരത്തിൽ അവകാശപ്പെടണമെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നേ പറ്റൂ. അത് തുറക്കണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ഇടപെടലുകൾ അത്യാവശ്യമാണ്. അതിനൊരു മറുവശവുമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഈ ഒരു സംഘർഷത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം, ഈ യുദ്ധത്തിൻ്റെ തുടക്കവും ഒടുക്കവും തീരുമാനിക്കുന്നത് ഇസ്രായേലായിരിക്കും. ഇസ്രായേലിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും പലപ്പോഴും ട്രംപിൻ്റെ വരുതിക്ക് നെതന്യാഹു നിൽക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഒരു വിധത്തിൽ നരേന്ദ്രമോദിയുമായി വളരെ ഊഷ്മളമായൊരു ബന്ധം നെതന്യാഹു വ്യക്തിപരമായും ഇസ്രായേൽ ഒരു രാജ്യമെന്നുള്ള നിലയിൽ ഭാരതത്തോടും പുലർത്തുന്നുണ്ട്. ആ ബന്ധം മുതലെടുത്ത് ഇസ്രായേലിനെ ഒന്ന് ഭയപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാം, നരേന്ദ്രമോദി സമ്മതിച്ചാൽ. അതുകൊണ്ടും കൂടിയാണ് ട്രംപ് കാപ്പാത്തുങ്കോ മോദിജി എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം വിളിച്ചത് എന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത്. നിരീക്ഷകർ മാത്രമല്ല, രാഷ്ട്രീയ നിരീക്ഷകർ മാത്രമല്ല, സൈനിക വിദഗ്ധർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.